റബീഉൽ അവ്വൽ വരാറായല്ലോ. ഏത് പ്രയാസത്തിനും പരിഹാരമാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈമാൻ കിട്ടി മരിക്കണോ, സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കുക. ആഖിബത്ത് നന്നായി മരിക്കണോ, സ്വലാത്ത് ധാരാളം ചൊല്ലുക. ശറഫുൽ ഉലമാ ഉസ്താദ് എപ്പോഴും സ്വലാത്തിന്റെ ആളായിരുന്നു. ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഇതുപോലെ ഖൽബ് പ്രകാശിക്കണോ, സ്വലാത്ത് അധികരിപ്പിക്കുക. ഖൽബിൽ ഒരാളോടും അസൂയ ഇല്ലാതിരിക്കണോ, സ്വലാത്ത് അധികരിപ്പിക്കുക. ജീവിതത്തിൽ നല്ല ബറക്കത്ത് വേണോ, സ്വലാത്ത് അധികരിപ്പിക്കുക. ജീവിതത്തിൽ വന്ന പാപങ്ങൾ അല്ലാഹ് പുറത്തു തരണോ, സ്വലാത്ത് അധികരിപ്പിക്കുക. ജീവിതത്തിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ളൊരു ചിന്ത ഉണ്ടാകണോ, സ്വലാത്ത് അധികരിപ്പിക്കുക. കടം വീടണോ, സ്വലാത്ത് അധികരിപ്പിക്കുക. മരിച്ചു കിടക്കുന്ന സമയത്ത് പുതിയ ആപ്പിളയെ പോലെ കിടക്കണോ, പുതിയ പെണ്ണിനെ പോലെ കിടക്കണോ, സ്വലാത്ത് അധികരിപ്പിക്കുക. റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് മയ്യത്ത്, ആ മയ്യത്തിനെ സന്തോഷിപ്പിക്കണമെന്നുണ്ടോ, സ്വലാത്ത് അധികരിപ്പിക്കുക. ഡോക്ടർമാരെ കൈവിട്ട രോഗമാണോ, എന്നാൽ പോലും സ്വലാത്ത് കൈവിടണ്ട. സ്വലാത്തിലൂടെ മാറാത്ത രോഗങ്ങളില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, റബീഉൽ അവ്വൽ വന്നല്ലോ, എത്ര സ്വലാത്ത് ചൊല്ലി. ലൈറ്റുകൾ വീടുകളിൽ വരാൻ തുടങ്ങി, പള്ളികളിൽ വരാൻ തുടങ്ങി. ജമാഅത്ത് പ്രസിഡന്റ് എത്ര സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. മഹല്ല് സെക്രട്ടറി എത്ര സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. ട്രഷറർ എത്ര സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. മഹല്ലുകാര് എത്ര സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. അതുകൊണ്ട് ലൈറ്റുകൾ വേണം, തോരണങ്ങൾ വേണം, ഫ്ലക്സുകൾ വേണം, എല്ലാം വേണം. അതെല്ലാറ്റിലും ഉപരി വേണ്ടത് ഇക്താറുസ് സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കലാണ്. ഇമാം അഹ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുന്നിയയിൽ കാണാം, മഹാനവരുകൾ പറയുകയാണ്, എനിക്കൊരു രോഗമുണ്ടായി, ഒരു രോഗം എന്നെ പിടിപെട്ടു. ഒരുപാട് വൈദ്യന്മാരെ സമീപിച്ചു, അവര് പലതും ചികിത്സിച്ചു നോക്കി, രോഗം മാറുന്നില്ല. കുറെ വർഷക്കാലം ഞാൻ അങ്ങനെ തന്നെ രോഗിയായി നടന്നു. അവസാനം അതാ ഞാൻ മക്കയിലാണുള്ളത്. ഞാൻ വേറെയൊന്നും ചിന്തിച്ചില്ല. ഫസ്തഗസ്തു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഖസ്തലാനി തങ്ങൾ പറയാണ്, ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് നേരിട്ട് വിളിച്ച് സഹായം ചോദിച്ചു. നബിയേ, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, അസുഖം മാറുന്നില്ല. കിതാബ് രചിക്കാൻ പ്രയാസമാകുന്നു, ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാൻ പ്രയാസമാകുന്നു. തങ്ങളുടെ സുന്നത്താണല്ലോ നബിയെ പ്രചരിപ്പിക്കുന്നത്, അതിന് ആരോഗ്യം വേണം. എന്റെ അസുഖമൊന്നു മാറാൻ തങ്ങളൊരു തീരുമാനമെടുക്കണം. അല്ലാഹ് കൊടുത്ത സഹായം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സഹായിക്കുമെന്നതിൽ സംശയമില്ലല്ലോ. അതാ പിന്നീട് ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറക്കത്തിൽ ഒരാൾ എൻ്റെ അരികിൽ വരുന്നു. അയാളെ കയ്യിലൊരു കടലാസുണ്ട്. ആ കടലാസ് എനിക്കിങ്ങനെ കാണിച്ചു തന്നു. ഞാൻ അതിലേക്ക് നോക്കി. അതിലതാ എഴുതിയിട്ടുണ്ട്, ഹാദാ ദവാഉൻ ലിദാഇ അഹ്മദ് ഇബ്നുൽ ഖസ്തലാനി.
ഇത് അഹ്മദ് അൽ ഖസ്തലാനി എന്നവർക്കുള്ള റളിയല്ലാഹു അൻഹു രോഗത്തിനുള്ള മരുന്നാണ്. ഇത് എവിടുന്ന് കിട്ടിയ മരുന്നാണ്? മിനൽ ഹളറത്തി ശരീഫ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള മരുന്നാണ് ഇത്. ഞാനങ്ങ് സ്വപ്നം കണ്ടപ്പോ സുമ്മസ്തൈഖൽതു, ഞാനങ്ങ് ഉണർന്നുപോയി. മഹാനവരുകൾ പറയാണ്, ഉണർന്നു നോക്കുമ്പോൾ അതുവരെയുള്ള രോഗം എന്റെ ശരീരത്തിൽ പിന്നെ ഇല്ല. ആ രോഗം പൂർണ്ണമായും മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണത് മാറിയതെന്നറിയുമോ? ബിബറക്കത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ്. ഏറ്റവും വലിയ ബറക്കത്താണ് ബറക്കത്ത്. അല്ലാഹു സാധുക്കളായ നമുക്ക് ആ നേതാവിന്റെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സ് അല്ലാഹു നമുക്കതിന് കാരണമാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കുക. അങ്ങനെയാണല്ലോ നമ്മുടെ മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ എണീറ്റ് നിർത്തിയതാണ്. നിങ്ങളൊക്കെ അവിടെ തന്നെ ഒന്ന് ഇരിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ നടത്തി പിരിയണം. അടുത്തടുത്ത് തന്നെ ഇരിക്കാൻ. ഇപ്പൊ